എടാ മോനെ, നീ അവിടെ ഇട്ടേരെ. എനിക്ക് കാല് സുഖമില്ലാത്തോണ്ടല്ലേ, ഞാൻ തൂക്കാം എന്റെ അസുഖം മാറിയിട്ട്. വേണ്ട ഞാൻ തൂത്തോളാം. വേണ്ട, ഞാൻ തൂത്തോളാം. എടാ മോനെ, ഇങ്ങനെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാതെ അവനെ പോയി ഒന്ന് സഹായിക്കടാ. നിങ്ങളെ ഇന്ന് വരെ അമ്മയില്ലാത്ത കുറവ് ഞാൻ വരുത്തിച്ചിട്ടില്ല. അവൻ നോക്കിക്കോളൂ എല്ലാ ജോലി. എങ്ങനെ പറയാൻ തോന്നുന്നു? നീ അവന്റെ ചേട്ടനല്ലേടാ, ഒന്ന് പോയി സഹായിക്കടാ മര്യാദക്ക്. അവൻ ചെയ്യ വെച്ചല്ല. അച്ഛൻ്റെ ഒരു എടാ ഇറക്കാ, വല്ല ജോലി ഉണ്ടോ എനിക്ക്? ഇല്ല കേട്ടാ, ചേട്ടനൊരു ജോലിയില്ല. എടാ ഇറക്കാ, നീ അത് ആരുടെ ഉടുപ്പ് കഴുകുന്ന? ഇത് ചേട്ടന്റെ ഉടുപ്പ് ഇന്നലെ ഇട്ട. പിന്നെ ചേട്ടന്റെ ചെരുപ്പ് ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ചെരുപ്പ പാവം, ഈ വന്ന കാലത്ത് ആരും ഇതുപോലെയൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ അവരവരെ കാര്യം നോക്കാൻ തന്നെ ആർക്കും വയ്യ. അപ്പോഴാണ് അവനെ ഞാൻ മനസ്സിലാക്കിയത്. മോനെ, ആ ഉടുപ്പ് അവിടെ ഇട്ടേ, ഞാൻ കഴുവാം. വേണ്ട ഏട്ടാ, എനിക്ക് കഴുവാൻ പറ്റിയില്ല. പിന്നെ ഈ ജമ്മത്ത് നിന്റെ ഞാൻ മിണ്ടത്തില്ല. അവിടെ ഇട്ടേ, ഞാൻ കഴുവാം. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ കഴിക്കോ. ചേട്ടാ കഴിക്കോ. ചേട്ടന്റെ തുണി ഞാൻ കഴുകാൻ നേരത്ത് ചേട്ടന് കഴുകി വെച്ചോളൂ അച്ഛാ. അപ്പൊ ജോലിയെല്ലാം തീർന്ന്. ഇത് കൊള്ളാലോ. ഇന്ന് കാക്ക മലർന്ന് പറക്കും. ചിലപ്പോ ഇന്ന് കാക്ക മലന്ന് പറന്നെന്ന് വരും. അച്ഛാ, നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കുന്നത് അവരെ ചില സ്നേഹങ്ങൾ കാരണമായിരിക്കും.